അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ നോമ്പ് 7 ഇന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മളെല്ലാവരും നോമ്പ് തുറക്കാറുണ്ട്, നമ്മുടെ ഭാഷയിൽ നോമ്പ് മുറിക്കാറുണ്ട് അല്ലേ? മഗ്‌രിബ് ബാങ്ക് കൊടുക്കലോടുകൂടി കഴിയുന്ന രീതിയിലുള്ള വിഭവ സമൃദ്ധമായ കടികളും വെള്ളങ്ങളും ഒക്കെ ഒരുക്കി തയ്യാറാക്കിയിട്ട് നമ്മളെല്ലാവരും നോമ്പ് മുറിക്കുന്ന ആളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു വിഷയം, മൻ ഫതറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവന്റെ അതേ പ്രതിഫലാണ് സഹായിച്ചവനിക്ക് കിട്ടുക. ഇനി ഒന്ന് ചിന്തിച്ചേ, 7 നോമ്പായിട്ട് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ മഹത്വം? ഞാൻ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അതേ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതകാലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഒരു പ്രാവശ്യം പോലും നോമ്പ് കുറിച്ചിട്ടില്ല. കിതാബുകളിൽ കാണാം. എപ്പോഴും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഫക്കീറിനെ കൂടെ കൂട്ടുമായിരുന്നു. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ മഹത്വങ്ങളൊക്കെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് വല്ലാത്ത പ്രയാസമായി, വല്ലാത്തൊരു നിരാശയായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്രയേറെ മഹത്വം പറയുന്ന ഒരു പ്രവർത്തനമാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഞങ്ങളെ പോലത്തെ പാവങ്ങൾ, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ തന്നെ എന്തെങ്കിലും ചെറിയ വെള്ളമോ മറ്റോ കൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നബിയെ ഞങ്ങൾ ഒരാളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളെ കൊണ്ട് നോമ്പ് തുറപ്പിക്കണം എന്നൊന്നും പറയുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ഈത്തപ്പഴം കൊണ്ട്, അല്ലെങ്കിൽ ഒരല്പം പാല് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളം കൊടുത്തുകൊണ്ട്, നിങ്ങളടുത്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. കാരണം നമ്മുടെ മഹല്ലുകളിലൊക്കെ നല്ല രീതിയിലുള്ള ഇഫ്താർ സംഗമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തുച്ഛമായ വിലക്ക്. ഇപ്പൊ എൻ്റെ മഹല്ലിൽ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിലൊക്കെ 100-ൽ പരം ആൾക്കാർക്ക് വലിയ വിശാലമായ ഇഫ്താർ സംഗമം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കട്ടെ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാവും, ഓരോ മഹല്ലുകളിലും ഉണ്ടാവും. റോഡ് സൈഡുകളിൽ ഇഫ്താർ കൈമ പോലത്തെ പല സാഹചര്യങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസത്തെ നോമ്പ് തുറ ഏറ്റെടുത്ത് സഹായിച്ചാൽ അത്രയും പേരെ നോമ്പ് തുറപ്പിച്ചതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ. അള്ളാഹു കബൂലാക്കട്ടെ. സൗകര്യങ്ങൾ, അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ചിന്തിച്ചു നോക്കി, ഒരു 100 ആളെ ഒരേ സമയത്ത് നോമ്പ് തുറപ്പിക്കാൻ നമ്മളൊന്ന് ഒരുങ്ങുകയാണെങ്കിൽ എത്രയേറെ കഷ്ടപ്പാടുണ്ട് അല്ലേ? എന്നാൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള മഹല്ലുകൾ പോലത്തെ സംവിധാനങ്ങൾ 2500 രൂപ 3000 രൂപ പോലത്തെ ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ 100-ൽ പരം ആൾക്കാർക്ക് വലിയ മനസ്സറിഞ്ഞ, കൽബറിഞ്ഞ, വയറ് നിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇഫ്താർ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ പ്രതിഫലം നാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ കഴിയുന്നത് പോലെ ഈ റമദാനിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരാളെയെങ്കിലും നോമ്പ് തുറപ്പിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത്? എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്? എങ്ങനെയുള്ള നോമ്പ് മുറിക്കുന്നതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കണം എന്നാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈത്തപ്പഴത്തെ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് എന്തിനാ? അതില് ഒരുപാട് ശാസ്ത്രീയ വശമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുള് ഇപ്പോഴാണ്, ഈ ആധുനിക കാലത്താണ് ശാസ്ത്രം പോലും അംഗീകരിക്കുന്നത്. ശാസ്ത്രം പറയാണ്, 10-12 മണിക്കൂറുകളോളം നോമ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു വരിക. ഈ സമയത്ത് അതിനെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഈത്തപ്പഴം. ചിന്തിച്ചു നോക്കൂ. അന്ന് അത്തിപ്പഴം ഉണ്ടായിരുന്നു, മറ്റു പല പഴങ്ങളും ഉണ്ടായിരുന്നു.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത് ഈത്തപ്പഴമാണ്. ഇനി അതില്ല, ഈത്തപ്പഴം ഇല്ലാത്തൊരു സാഹചര്യം വന്നാലോ, നല്ല ശുദ്ധമായ വെള്ളം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്തവരെ സഹായിക്കുക, നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അത്തരത്തിലുള്ള നന്മയായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാവണം, ആത്മസംസ്കരണം ലഭിക്കണം. അതിനു വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.